സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 4, 14, 15 തിരുവചനങ്ങൾ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 അതിൻ്റെ 14, 15 തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലനാൽ സ്ഥാപിതമായ എഫേസോസ് പട്ടണത്തിലെ സഭയ്ക്ക് അവരെ മനുഷ്യരുടെ ചതികൾ, ഉപായങ്ങൾ, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ എന്നിവയിൽ കുടുക്കുന്ന ഛിദ്രശക്തികൾ അഥവാ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്ന ആദിമ നൂറ്റാണ്ടിലെ വിപരീത ഉപദേശകരോട് അവരുടെ വിഷയത്തിൽ ജാഗ്രതയായിരിക്കാൻ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യം, ഇന്നും നമ്മുടെ ഇടയിൽ ഇപ്രകാരം വിപരീത ഉപദേശം പഠിപ്പിക്കുന്നവരുണ്ട്. തിരുവചനത്തിന് വിരുദ്ധമായി അഥവാ തിരുവചനത്തെ വളച്ചൊടിച്ച് അതിനെ ദൈവം എന്തുദ്ദേശത്തോടുകൂടെ നൽകിയിരിക്കുന്നുവോ അതിന് വിരുദ്ധമായി പഠിപ്പിച്ച് ജനങ്ങളെ ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന ഉപദേശങ്ങൾ. ഈ വിഷയത്തിൽ ഞാനും നിങ്ങളും ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതാണ്. ഇത് എങ്ങനെ സാധ്യമായിത്തീരും? അതിനാണ് നാം വായിച്ചു കേട്ട എഫേസ്യർ 4:15 പറഞ്ഞിരിക്കുന്നത്, നാം ശിശുക്കളായിരിക്കാതെ നാം ക്രിസ്തു എന്ന തലയോളം വളരണമെന്നുള്ളത്. ഈ വളർച്ചയുടെ കുറവ് അഥവാ ആത്മീയ വളർച്ചയുടെ കുറവ് നമ്മെ വിപരീത ഉപദേശങ്ങളിൽ കുടുക്കിയിടുവാൻ ഇടയാകും. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 പത്രോസ് 1:5 മുതൽ 8 വരെ. അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. ഇവിടെ നമ്മെ ആത്മീയമായി കുരുടരാക്കുന്ന അഥവാ നമ്മുടെ ആത്മീയ വളർച്ചയെ നശിപ്പിക്കുന്നതിന് എതിരായി, അഥവാ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ
വിപരീത ഉപദേശം പഠിപ്പിക്കുന്ന മനുഷ്യരുടെ തന്ത്രങ്ങളിൽ ദൈവവിശ്വാസികളെ കുടുക്കിയിടുന്ന, അത് ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് കാറ്റടിക്ക് മാറുണ്ടല്ലോ. പല തരത്തിലുള്ള ദൈവവചന വിരുദ്ധമായ ഉപദേശങ്ങളാൽ മനുഷ്യനെ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അകറ്റിക്കളയുന്ന ചിത്രശക്തികൾ, ഇതിൽ നിന്നും നാം വിട്ടുനിൽക്കുവാൻ ഒടുവിൽ വായിച്ച പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം നാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ.